ഹായ് ഗായ്സ്, അങ്ങനെ ആ സുദിനം വന്നെത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, നമ്മൾ പണ്ടൊരു പ്രോമിസ് ചെയ്തായിരുന്നു നമ്മളുടെ കൈവയ്യാത്ത അരുണിനെ അല്ലേ ബാംഗ്ലൂരിലേക്ക് സേഫ് ആയിട്ട് കൊണ്ടെത്തിക്കുന്നു. അത് മാത്രമല്ല, ഇത് ചെയ്ത ആളിന്റെ കൈ നമ്മള് നമ്മുടെ ശ്രീകാന്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വാട്ടർ ബോട്ടിലൊക്കെ എടുത്താ എല്ലാം മറക്കും. ഇത് ആക്ച്വലി നമ്മുടെ സുദിനമല്ല, വിട്ടു പോവാണ്. ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. കുറെ പേര് DM ചെയ്തു നിന്റെ കൈ അടിച്ചൊടിച്ചിട്ട് 1 മാസം കൂടെ ഇടാൻ. നമുക്ക് പോണ വഴിക്ക് നോക്കാൻ, പോണ വഴിക്ക് എന്ത് സംഭവിക്കും, വരുമോ എന്നൊക്കെ നോക്കാം. എവർ നേരെ വരുമോ? പിന്നെ ഇവനെ കൊണ്ടാക്കാൻ ഒരു രക്ഷകർത്താവെന്ന നിലയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇവരെല്ലാം ആൾക്കാരായിട്ട് വേറെ ആരെ കൊണ്ടാക്കാൻ നമ്മളെ കണ്ട് അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാൽ അരുണിനെ നമ്മൾ അവിടെ സേഫ് ആയിട്ട് എത്തിക്കുക, അവന്റെ ഹോസ്റ്റലിലാക്കുക, എന്നിട്ട് തിരിച്ചപ്പ തന്നെ വരിക. ബാംഗ്ലൂരിലൊന്ന് അരുണിനെ ഒന്ന് ചുറ്റി കാണിച്ചിട്ട് അപ്പ തന്നെ വരിക. ബാംഗ്ലൂരിലെ നമ്മളെ പ്രേക്ഷകരെ കാണണം. ബാംഗ്ലൂരിനെ പറ്റി ഒരു അറിവില്ല. കൊണ്ടുപോയി സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. എനിക്ക് എഴുതാനല്ലേ അറിയാം, വായിക്കാൻ അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ ട്രെയിൻ, മൈസൂർ എക്സ്പ്രസ്. ഇനി നിങ്ങൾക്ക് ട്രെയിൻ എടുക്കുമെന്ന് തോന്നുന്നു. ഇനി ബാക്കി നമുക്ക് ട്രെയിനിൽ നിന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ബായ് നന്ദു. നന്ദുവിന് ബായ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി പോയി നമ്മുടെ പരിപാടികൾ തുടങ്ങാം. നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ട്രെയിൻ എടുത്തിട്ട് ഏകദേശം 2.25 മണിക്കൂറായി അല്ലേ? 2 മണിക്കൂറായില്ല, 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മളുടെ ഊർജ്ജസ്വലനായ ക്യാമറാമാൻ എനർജി സേവ് ചെയ്യാൻ വേണ്ടി കിടക്കുകയാണ്. അത് ഇത് മറ്റേ സാധനം ഉണ്ടല്ലോ, ഒരു ഋഷി വലിയമാരുടെ ഒരു സാധനം വെച്ചേക്കുമല്ലോ, ഒരു കമ്പനി. ഇവൻ പറഞ്ഞായിരുന്നു ഇതിൽ കയറുന്നതിന് മുമ്പ് ബ്ലോഗ് നിങ്ങൾ കണ്ടന്റ് തരണം, എനർജറ്റിക് ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് കയറിയവനാണ്. എന്തൊരു ചെയ്യേ, ഇതേപോലുള്ള ക്യാമറാമാൻമാരായിപ്പോയി നമ്മുടെ വിധി. വിധി ഇങ്ങോട്ട് സഹിക്കുക. എനർജി സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. വെള്ളമില്ല, കുറെ സ്നാക്സ് വാങ്ങിച്ച് കുടിക്കാൻ വെള്ളമില്ല. നോക്ക് ഗൈസ്, ചിപ്സ്, ഇതിൻ്റെ അകത്ത് ചിപ്സ് ആണ്, ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, അതെന്തോ തിന്നുന്നു. ഇത് ടൊമാറ്റോ മുറുക്ക് ഓൾറെഡി കഴിഞ്ഞു. ചിപ്സ് ചിപ്സ് ഇതേപോലെ 3 പാക്കറ്റ് കഴിക്കാൻ. ഇതാണ് നമ്മുടെ ഡിന്നർ. ഹെൽത്തി ഈറ്റിംഗ് ആണ് നമ്മളുടെ മെയിൻ അജണ്ട. ഹെൽത്ത് ഈസ് വെൽക്കം. 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മളിത് കൊണ്ടുവന്നതിനേഷം ട്രെയിൻ ആരും വിൽക്കാൻ വരുന്നില്ല. ചായയോ ഇത്തിരി നേരമായിട്ട് ഒരു ചായയും ഒരു വെള്ളവും ആണെങ്കിൽ ഇതുകൊണ്ട് വിറ്റാൽ നമുക്ക് കാശ് കിട്ടോടാ. ഇനി നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും സ്റ്റാർട്ടർ. അത് ഒരു മെയിൻ അതിനെന്താണ് പറയണത്? മെയിൻ കോഴ്സ്. മെയിൻ കോഴ്സ് നിനക്ക് എന്ത് വേണം? കോഴ്സ് എനിക്ക് ലൈറ്റായിട്ട് 5 പൊറോട്ട 2 ബീഫ് ഷവായ മെയിൻ കോഴ്സ് ആയിട്ട് ഇവിടെ കിട്ടുമോ? ട്രെയിനിൽ കിട്ടുമോ? മറ്റേ ഫുഡ് ഓർഡർ ചെയ്യാമല്ലോ. നിനക്ക് എന്ത് മെയിൻ കോഴ്സ് വേണം? എനിക്കൊരു പിസ്സയോ ബർഗറോ മതി. നിനക്കോ? എനിക്ക് ഒരു ഹാഫ് ഷവർ. ഇവനെ എണീപ്പിക്കണ്ട, അപ്പൊ ലാഭമല്ല. ലാഭമുണ്ട്. ഈ നമ്മൾ കൊല്ലം കഴിഞ്ഞിരിക്കുന്ന കഴിച്ചു. ചേട്ടാ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ബഹുക്കേമ. എന്തൊക്കെയാ കഴിച്ചത്? കടല വറുത്തത്, കപ്പലണ്ടി വറുത്തത്. ഫുഡ് കൊള്ളാതെ കഴിച്ചു. വളരെ സന്തോഷപൂർണമായ ഒരു യാത്രയായിരുന്നു. വെജ് സമോസ ഒരെണ്ണം കഴിച്ചു, അതിൽ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചതി അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊന്ന് ബലിപ്പിച്ചേന്. എന്തെങ്കിലും ഒരു സാധനം, ഒരു സൂചന തരായിരുന്നു. അതായത് ഇതിന് ഫുഡില്ല. ഇത് ഒരു പ്രത്യേക തരമുള്ള ഒരു ട്രെയിൻ. അധികം ഒച്ചയൊന്നുമില്ല, ഒരു ആംബിയൻ സൗണ്ട് ഇല്ല. അല്ലെങ്കിൽ കൊച്ചു കരയണ, ഇടയ്ക്ക് ഒന്ന് കൊച്ചു കരയണതോ, അല്ലെങ്കിൽ ചായ കാപ്പി എന്നുള്ള വിളിയോ. അപ്പുറത്ത് ആന്റിമാരും സംസാരിക്കും. ഒരു ചായക്കാരൻ വന്നാലും പുള്ളി ഓട്ടിച്ചു പോലെ വലിയ ഓട്ടിച്ചു. അതുപോലെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് സംസാരിച്ചിട്ട് ബഹളമൊക്കെ ഉണ്ട്. അതൊന്നുമില്ല. ചായ കാപ്പി എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതില്ല. അവിടെ ഇച്ചിരിയെങ്കിലും ഒരു പബ്ലിക് ന്യൂസൻസ് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സൈലന്റ് ആയിട്ടാണ്. നമ്മൾ ഭയങ്കര സൈലന്റ് ഇച്ചിരിയെങ്കിലും ജോലി നമ്മൾ മാത്രമേ ഉള്ളൂ. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ട്രെയിൻ നമ്മൾ പറയില്ലേ, സൈലൻസ് കീപ്പ് ചെയ്യുന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം. ഇത്രയും സിവിക് സെൻസ് നമുക്ക് വേണോ? അടുത്ത ടോപ്പിക് ആവശ്യമുണ്ടോ? ആ ആംബിയൻസ് ഫീൽ ഉണ്ടല്ലോ, മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. ശരിയാണ്, ഇത്രയും ഡിസിപ്ലിൻ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അതെ, അതാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. കാരണം ഭയങ്കര പക്ഷെ ഇവിടെ ഇച്ചിരി വീർപ്പ് മുട്ടലുണ്ടോ? കുശാലമായ ഒരു ഭക്ഷണത്തിന് ശേഷം നമ്മൾ മയങ്ങല്ലേ.
ഉറക്കം വരും ഇത്രയും വയർഫുള്ളായതുകൊണ്ട് നല്ല ഉറക്കം. അങ്ങനെ ഉറങ്ങി തീർക്കാം ഈ രാത്രി. ഉറങ്ങി തീരുമ്പോൾ നാളെ ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂർ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇവിടെ പോകുന്നതാണ്. ബാംഗ്ലൂർ രാവിലത്തെ ബലപ്പിക്കണം. നമുക്ക് വിളപ്പിച്ച് പോവാൻ എവിടെയെങ്കിലും സൗകര്യം അല്ല, ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ച് നാളെ ബലപ്പിക്കേണ്ടി വരുമല്ലോ. അല്ല, നാളെ അതൊക്കെ കഴിച്ചിട്ട് വെജ് ആക്കണോ? ബലപ്പിച്ചൂടെ? രാവിലെ ബലപ്പിച്ചു. അല്ല, ഇവന് വേണ്ടി വെച്ചാക്കാം. രാവിലെ വെച്ച് രാവിലെ വെച്ച് ഉല്ലാസിന് വേണ്ടിയാണ്. വെജിൽ എങ്ങനെ ബലപ്പിക്കും? വെജിൽ ബലപ്പിക്കലില്ല. 2 മസാല വെച്ച് മാറ്റി രാമേശ്വരം കഫേ പറ്റുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് ട്രെയിനിൽ എങ്ങനെ കിടക്ക വിരിക്കാം എന്നൊരു ട്യൂട്ടോറിയലാണ് അരുൺ തരാൻ പോണ. ആദ്യം ഇവന്റെ തന്നെ വിരിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു തലേണ കാണും. ഇതെടുത്ത് ഗ്ലാസിന്റെ കൊണ്ട് അങ്ങനെ അറിയുക. എന്നിട്ട് ഇത് കിട്ടും വിരിക്കാൻ. ഒരു പേപ്പർ ഈ സൈഡിൽ ഇരിക്കും, അവിടെ എടുക്കുക. ഗ്ലാസിന്റെ കൊണ്ട് എറിയുക. ഇത് ഗ്ലാസിന്റെ കൊണ്ട് എറിയുക. ഇത് കമ്പിളി കിട്ടും. ഇത് വേണമെങ്കിൽ അവനെ കൈ കൊടുത്തു വിടാം, അല്ലെങ്കിൽ നമുക്കിത് എറിയാം. അതിന് കയറി കിടന്നോ. എങ്ങനെ കേറുന്നതെന്ന് ഞാൻ കാണിച്ചു തരും. ശ്രീകാന്ത് ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. ഞാൻ പെട്ടെന്ന് അത്ലീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇനി അവന്റെ കോമഡി ജിംനാസ്റ്റിക് ആണല്ലോ. അടുത്ത ഘട്ടത്തിൽ ചിലപ്പോ ജിംനാസ്റ്റിക് കുരുങ്ങി. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ എക്സൈറ്റ്മെന്റ് നോക്കൂ, ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ. ഇതാണ് കണ്ട ക്രാന്തറിലെ സംഗോളി റായന്റെ KSR എന്ന് വായിക്കാൻ ഇത് എത്തിയപ്പോഴത്തേക്ക് അവൻ പറഞ്ഞിട്ട് KSR എത്തിരാന്ന് പറഞ്ഞ് വീണ്ടും കിടക്കണം. അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഫുൾ ഫോമിലായിരുന്നു എഴുതിയിരുന്നത്. ഷോർട്ട് ഫോമിൽ എഴുതിയിരുന്നെങ്കിൽ വായിക്കാൻ പറ്റിയത്. ക്ലൈമറ്റ് ഒക്കെ കൊള്ളാം, ഒരു തണുപ്പ് ഫീലൊക്കെ വരുന്നുണ്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്താണ്? ഇന്നത്തെ നമ്മളെ പരിപാടി ഇനി അടുത്തത് ഫുഡ് കഴിക്കണം, ഒന്ന് ഫ്രഷ് ചെയ്യണം. അതല്ല നമ്മുടെ മെയിൻ പരിപാടി സസ്പെൻസ്. അത് അടുത്ത വ്ളോഗിലേ വരും. അത് ഇതൊരു തീരുമാനമായില്ല. വെൽ പ്ലാൻഡ് ആണ് നമ്മൾ. ഇനി നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കഴിക്കുക. നമ്മൾ നോക്കാൻ പോകണം ഇവിടുത്തെ എന്താണ് സ്പെഷ്യൽ. മിക്കവാറും വെജിറ്റേറിയനിലോട്ടായിരിക്കും നമ്മൾ പോകണം. കാര്യം ഉല്ലാസിന് ഒരു ട്രീറ്റ് കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഫ്രഷ് ആവാം എവിടെയെങ്കിലും. അല്ലെങ്കിൽ അപ്ലോഡ് മാത്രമേ ഉള്ളൂ, ഡൗൺലോഡ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ വിനു ഹൈജീനിക്ക് ടെസ്റ്റ് ചെയ്യാൻ കയറിയൊക്കെയാണ്, റിഫ്രഷ് ചെയ്യാനായിട്ട്. ഹൈജീനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വിനു അതിസാഹസികമായിക്കാണ്. വിനുവാണ് നമ്മളുടെ ഗിനിപ്പന്നി. രണ്ടാമത്തെ ഗിനിപ്പന്നി ആവാൻ അഖിൽദാസ് പോവുകയാണ്. അതെ. ഓ ശരിയുടെ, നമ്മളൊന്നും ട്രെയിനിൽ കയറിയിട്ടില്ല. ഇയാള് ഭയങ്കര ട്രെയിനിൽ യാത്ര ചെയ്ത നിർത്തണേന് ഒരു 5 മിനിറ്റ് കൊണ്ട് ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞ് ഭയങ്കര അഹങ്കാരം വേണ്ടേ. ചെന്നൈ വെച്ച് നീ ഓടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഹോട്ടൽ എത്ര ഹോട്ടൽ കയറി അറിയാമോ? അല്ല, ഇതിലൊരു കോമഡി ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എത്തിയ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കക്കൂസിരിക്കുന്നത്. അല്ലെങ്കിൽ മൈസൂർ വ്ളോഗ് വന്നേ. ഉല്ലാസിനെ തേടി മൈസൂരിലേക്ക് അതായിരിക്കും വ്ളോഗ്. ചെന്നൈയുടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നേരത്തെ പോയി, പക്ഷെ ഇവർക്കൊന്നും പഠിച്ചില്ല. നേരത്തെ അല്ല, ഇറങ്ങേണ്ട സ്റ്റേഷനിലാണ് പോയത്. ആൾക്കാർ ലഗേജ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഇവൻ വേറെ ലഗേജ് ഉല്ലാസ് ബാത്റൂമിൽ നിന്ന് ട്രാക്ക് ചെയ്തു. വിനു പോയിട്ട് വന്നു. എന്തോ പ്രശ്നം കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റിയോ? ഓ, അവര് ഇൻഡിപെൻഡന്റ് ആണല്ലേ നിന്റെ ആള്? അല്ല, നിന്റെ ഈ സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആണല്ലേ? നീ പറഞ്ഞാൽ കേൾക്കൂല, അവർക്ക് തോന്നിയാലേ പോവുള്ളൂ. ആ, എവന്റെ ഇൻസ്ട്രക്ഷൻ അവർ മുട്ടുമുടക്കിയില്ല, പറ്റൂല എന്ന് പറഞ്ഞു. എടാ, ഇനി നീ പോയിട്ടോ. ഓ, ഇങ്ങനെ വിളിക്കൂല്ലേ? ഓ, അത് തട്ടി ഇടയ്ക്കിടയ്ക്ക് മാടി ഉണർന്നു. സ്റ്റേജ് ഫിയർ വരും. ഗൈസ്, ഇത് കണ്ടോ, ഒറ്റയ്ക്ക് ചായ വാങ്ങി കുടിക്കുന്നു. അതിന് സെൽഫിഷ് അല്ലേ? സെൽഫിഷ് അല്ലേ? ഞാൻ ചായ വാങ്ങി കുടിക്കുന്ന നിങ്ങൾക്ക് തോന്നാനുണ്ടോ? പിന്നില്ലാതെ ഇത് എന്തിനാണിത്? സെൽഫിഷാണ് അത് നമുക്ക് അറിഞ്ഞൂടെ, ഗ്യാരണ്ടി വാങ്ങിച്ചോണ്ടോട് വേറായിരുന്നു. അവന്റെ അടുത്ത് ഒരു ഫ്ലാസ്കിൽ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു, പക്ഷെ വാങ്ങിച്ചില്ല. അതിനുള്ള കൺഫേം സെൽഫിഷ്. ഇവിടെ സ്ഥലം കൊള്ളാം, ഫുള്ള് പച്ചപ്പ്.
പച്ചപ്പ് ആ ഒരു ഈ പച്ചപ്പുണ്ട്. ഓ ബാംഗ്ലൂർ നീ ആദ്യമാണോ? അതെ അതെ. ഇവൻ പണ്ട് കൊച്ചിലെ എന്തോ വന്നിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കൈ. സ്കൂളിലായി ടൂറിന് കോളേജ് ആയി. ബാംഗ്ലൂർ ഈസ് എ ലോക്കിംഗ് സിറ്റി. ലോക്കിംഗ് സിറ്റി. ഇന്റർലോക്ക് കുറേ ലോക്കിംഗ് സിറ്റി. ഒന്നും പറയില്ലേ? ഫസ്റ്റ് ടൈം ബാംഗ്ലൂരിലും ഫസ്റ്റ് ലൈൻ. നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ആണ് ഗൈസ്. നമ്മൾ നൂബ്സ് ആണ് ഇവിടെ. ഇവരാണ് ഇവിടെ അഴിഞ്ഞാടിയിട്ടുള്ളത്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. Last 2 ഇവ എത്ര 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. ശ്രീകാന്തിന്റെ രണ്ടാമത്തെ അഴിഞ്ഞാട്ട പ്രദേശം. ഗോവ കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. എവൻ പിന്നെ ഇവിടത്തെ അറിയാലോ. അവന്റെ ഇവിടെ തന്നെ ഉണ്ട്. കല്ലാണ് പൊടിച്ചിട്ടേക്കണ. ഇത് ആവശ്യക്കാർക്ക് പൊടിച്ചു കൊടുക്കും. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളയാണ്. ഇടിമോതിരമാണ്. ഇടിവളക്ക് ശേഷം അരുൺ അവതരിപ്പിക്കുന്ന ഇടിമോതിരം. ഇവിടെ വെള്ളയും ടീംസ് ഉണ്ട് കുറെ. ഇവൻ വെള്ളയും അല്ലല്ല മറ്റേ യൂത്ത് തുടക്കത്തിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് മുടി കെട്ടിയിരിക്കണത്. അതില് ഒരു വെട്ടുകൂടെ വെട്ടിയിട്ട് അങ്ങടാ. പക്ഷെ ആ ചൂടില്ലല്ലേടാ. നന്നായി. അത് ചെന്നൈയിൽ ഇവിടെ നല്ല വ്യത്യാസം. നമ്മൾ വന്നതിന്റെ ആ ഒരു വ്യത്യാസം. ചെന്നൈ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ പോകാൻ തോന്നുന്നു. ഓടി തള്ളാൻ തോന്നുന്നു. ചൂട് അല്ല ചൂട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ പര്യടനം ഇവിടെ തുടങ്ങുകയാണ്. ഇനി എന്താണ്? ഇനിയാണ് സംഭവബഹുലമായ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഗൈസ്, നമ്മൾ അരുണിന്റെ റൂമിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. സേഫ് ആയിട്ട് അരുണിനെ അവിടെ എത്തിക്കണം. അതാണ് നമ്മളെ ഒരു ദൗത്യം. സബ്സ്ക്രൈബേഴ്സ് തന്നിരിക്കുന്ന ദൗത്യം അതാണ്. ഇനി ബാക്കി ഇതിന് പറയാം. അരുൺ എങ്ങനെയാണ് എന്റെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുമ്പോ എന്ത് തോന്നുന്നു? ഈ വഴികളൊക്കെ അവൻ മിസ് ചെയ്തു. നമ്മളാണ് നിന്നെ കൊണ്ടാക്കുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എത്തില്ലായിരുന്നു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഈ നിലയിൽ എത്തിച്ച എല്ലാവർക്കും. ഉല്ലാസ് ഇവിടെ ഉണ്ട്. ഉല്ലാസ് വൈബിങ് വിത്ത് ബാഗ്. ഓക്കെ ഗൈസ്, ഇനി അങ്ങ് എത്തിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫൈനലി അരുണിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അരുണിന്റെ വീട്ടിലോട്ടുന്ന വഴിയൊന്നും അറിഞ്ഞൂടാ. നമ്മളെ കൊണ്ടൊരു പാർക്കിൻ്റെ അവിടെ 3 വട്ടം കറക്കി. അങ്ങനെ ഒരു പാവം പിടിച്ച ഒരു അണ്ണനായതുകൊണ്ട് നമ്മൾ ഇവിടം വരെ കൊണ്ടാക്കി. വലിയ പൈസ ഒന്നും വാങ്ങിയില്ല. അവന്റെ വണ്ടി വണ്ടിയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി അകത്തോട്ട് പോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യാം അല്ലേ? അരുണിയുടെ വലിയ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. അകത്ത് തുറക്കം വലിയ തമിഴ് പടത്തിലെ പോലെയാണ്. അതൊക്കെ വേറെ സെറ്റപ്പാണ്. ഗൈസ്, നമ്മൾ അരുണിനെ വളരെ സേഫ്റ്റിയോടുകൂടി റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ താണ്ട ഒരു കൗതുകപരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ക്ലാബ് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ കേരള വ്ളോഗിംഗ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഓൾഡ് സ്കൂൾ ബോയ്സ് ക്ലാബ് ബോക്സ്. അപ്പോ ദാസ് ചേട്ടാ ഇത് കൊട്ടി പാടുന്നതാണ്. എക്സ്പേർട്ടാണ്. ആദ്യം നമ്മൾ ഇതില് ജസ്റ്റ് ഇരിക്കണം, പക്ഷെ ഇരിക്കരുത്. വെയിറ്റ് ഉള്ള ആരും ഇരിക്കരുത് എന്നാണ് പയ്യൻ പറഞ്ഞ് ഇവൻ നോക്കിയിട്ടാണ് പറഞ്ഞ ചേട്ടാ അങ്ങനെ ഇരിക്കരുത്. അപ്പോഴേ ഞാൻ ഇരിക്കുന്നില്ല. ഇരിക്കും പോലെ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മുതലാളി കാണുക ഇരിക്കുന്നില്ല. ഇതെന്തിനാണെന്നറിയാമോ? എനിക്ക് വേണ്ടി പകരം വീലും അടിക്കും. അവന്റെ ഞാൻ നന്നായി നീ ഉല്ലാസ അടുത്ത എന്തിനാണ് താളബോധം ഉണ്ടാന്ന് നോക്കണം. ഉല്ലാസ് എല്ലാരും എന്തിനാ ആ ട്യൂൺ തന്നെ അടിക്കുന്ന? വേറെ ട്യൂൺ അടി. ഏത് ട്യൂണ് വേണം? അത് തന്നെ വാട്ടക്കാരി അതടി. എന്നേക്കാൾ മോശം. ഞാൻ വാട്ടക്കരോട് അടിക്കാൻ നോക്കി. യവന്മാരൊക്കെ സിമ്പിൾ ആണ് അടിച്ചത്. സിമ്പിൾ അടി നോക്കട്ടെ. ആ ട്യൂണ് പറ.
ഈ സിമ്പിൾ സോങ് പോലും അപ്പൊ കൊട്ടി പഠിച്ചോ. നമുക്കിനി ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങാം അല്ലേ? യഥാർത്ഥ ഫ്രണ്ട്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മള് രാമേശ്വരം കഫേ. ഫുഡ് കഴിക്കണം. ഫസ്റ്റ് ഫുഡ് ചെയ്യുന്നു. നമ്മൾ സൺസ്ക്രീൻ പുരട്ടുന്നു. നമ്മളുടെ പോഡ്കാസ്റ്റ് വന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീൻ ഇടണം, സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങരുത് അല്ലേ? അൾട്രാ വയലറ്റ് രശ്മികളെ തടയും. ഇവിടെ അത് വലിയ ചൂടും കാര്യങ്ങളും ഇല്ലെങ്കിലും നമ്മൾ ഒരു എക്സ്ട്രാ സേഫ്റ്റി എപ്പോഴും എടുക്കുന്നത് നല്ല. ഒരു കൂളാണെങ്കിലും വി ഹാവ് ടു ബി കെയർഫുൾ. അതെ അതെ. കൊള്ളാം. ഇവൻ കുറെ എടുത്തിട്ട് കോവിലിൽ ചന്ദനം പോലെ കോരി കുളിക്കണം അതില്. എന്നിട്ട് അവൻ ഫുൾ എടുത്തപ്പോ അവന്റെ രോമത്തിൽ ട്രാക്ക് ആയതുകൊണ്ട് ഗൈസ്, അപ്പൊ ഇനി നമ്മൾ രാമേശ്വരം ഇഡലി. ഭയങ്കര ഹൈപ്പുള്ളൊരു റെസ്റ്റോറന്റ് ആണ് അല്ലേ രാമേശ്വരം? ബിരിയാണി കഴിക്കാനുള്ള ടൈമായി. രാമേശ്വരം ഇഡലി അല്ലല്ലോ. അല്ല അവിടെ ഇതടാ മറ്റേ ഗീ പൊടി ഇഡലി. നിങ്ങളെ മുഖത്തൊക്കെ ഇരിക്കണേ ഉള്ളൂ. പൊടി ഇഡലിയൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഹൈപ്പുള്ള റെസ്റ്റോറന്റ് ബാംഗ്ലൂരിലെ നമ്മളെ ഫുഡ് കഴിക്കണ ഉദ്ഘാടനം ചെയ്യുക. ഇനി അങ്ങോട്ട് പൂരമായിരിക്കും. കഴിക്കുന്നതിന് അങ്ങനെയല്ല, കണ്ടൻസിന്റെ പൂരമായിരിക്കും. കണ്ടൻസിന്റെ പൂരമായിരിക്കും. അതെ, നമ്മൾ ആദ്യം തുടങ്ങുന്നത് രാമേശ്വരം കഫേ എന്നാണ്. ഇത് ഓവർ റേറ്റഡ് എന്നൊക്കെ ഒരു ശ്രുതിയുണ്ട്, പക്ഷെ നമ്മൾ കഴിച്ചിട്ട് കറക്റ്റ് അഭിപ്രായം പറയും. അതെ അതെ, ഇത് ഇന്ദിരാനഗറിലേതാണ്. നമ്മൾ കയറി കഴിക്കാൻ പോവാണ്. വെട്ടി മുറിക്കുക. ടോക്കൺ എടുക്കണമെന്ന് തോന്നുന്നു. ടോക്കൺ എടുക്കണം, കുറച്ച് പരിപാടികളുണ്ട്. അവിടെ എന്തോ ടോക്കൺ എടുക്കണോ? അഖിൽദാസ് ചെയ്യൂത് എല്ലാം. ചെയ്യലു. അത് അകത്ത് എന്ന് പറഞ്ഞാൽ അകത്ത് നോക്കാം. എന്തായാലും നമുക്ക് അകത്ത് കയറാം ഗൈസ്. അത് ഞാൻ പഠിച്ചതാണ്. അത് വാലേ പാർക്ക് ആയിരുന്നു. ഗൈസ്, ഇത് വാലേ പാർക്കിംഗ് ആണ്. ഇങ്ങേർക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കറിയാം. അത് നമുക്ക് ഞാൻ പെട്ടെന്ന് കാറിലാണെന്ന് വിചാരിച്ചു നമ്മൾ വന്നത്. കണ്ട് ഐ ക്യാൻ ഡ്രോ യു ഇൻ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വരച്ചു തരും. നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യണം കേട്ടാ. എനിക്ക് ഒരു ഓപ്പൺ ബട്ടർ മസാല ദോശ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ എത്തിയിട്ടുണ്ട്. ദോശ, പൊടി ഇഡലി, പിന്നെ ഉല്ലാസിന് സ്പെഷ്യൽ ദോശ. അങ്ങനെയല്ല, ഇത് ഓപ്പൺ ബട്ടർ മസാല ദോശ, ഇത് ഗീ പൊടി ഇഡലി, ഇത് പ്ലെയിൻ പൊടി ദോശ. അത് തന്നെ പറഞ്ഞത്. കോഫി, ഇത് ലൈം. ഇതൊരു ഡിഫറൻസ് ആണല്ലോ അല്ലേ? ഭയങ്കര ഓപ്പൺ ആയിപ്പോയി. കുറച്ച് ഓപ്പൺ ആയി അറിഞ്ഞൂടാ. ട്രൈ ചെയ്ത് പ്രൈവസി ഇല്ലല്ലേ? കൈ കൊണ്ട് നിന്നാ പോരെ. എല്ലാരും ഇത് പ്ലേറ്റ് ഇതുകൊണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. ഗൈസ്, ഇതാണ് പ്ലെയിൻ പൊടി ദോശ. കൊള്ളാം. ഒരു 10-ൽ എത്ര മാർക്ക്? 10-ലൊരു 8 കൊടുക്കാം. നല്ലത് തന്നെയാണ്. പറഞ്ഞോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം ഗൈസ്. പക്ഷെ ആ ഒരു എന്തൊരു ലൈമും കാപ്പിയും ഇച്ചിരി കടുപ്പമായിരിക്കും. ബാക്കിയൊക്കെ കൊള്ളാം. ഫുഡൊക്കെ കൊള്ളാം. അത്ര ഓവർ ഹൈപ്പ് ഒന്നും അല്ലല്ലേ? അല്ലല്ലോ, ഓവർ ഹൈപ്പ് ഒന്നും അല്ല. ഇന്നത്തെ നമ്മൾ കഴിച്ചപ്പോൾ നല്ലതായിരുന്നു. നല്ല ദോശയും നല്ല പൊടി ഇഡലി നല്ല സോഫ്റ്റും നല്ല രുചിയായിരുന്നു. അതെ, ഒരു ദോശ ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗുഡ്. അങ്ങനെ നമ്മൾ വന്ന കാര്യം നമ്മൾ ശുഭമായി മംഗളമായി നടത്തി. ദൗത്യം നമ്മൾ നിറവേറ്റി. അങ്ങനെ പയ്യനെ നമ്മൾ സുരക്ഷിതമായി സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ യഥാർത്ഥ വ്ളോഗ് തുടങ്ങാൻ പോണത് അല്ലേ? നമ്മൾ ഇനി ബാംഗ്ലൂരിന്റെ മുക്ക് മൂലയും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തും. ഇനിയാണ് നിങ്ങൾ കാണാത്ത പല പല കാഴ്ചകൾ ഇവിടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നു. പിന്നെ ബാംഗ്ലൂർ മലയാളികൾക്ക് അങ്ങനെ അറിഞ്ഞൊരു സ്ഥലമാണല്ലോ, അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. കാണിച്ചും തരും. അതിന്റെ കൂടെ നമ്മൾ ഡെയറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾ കാണാത്ത രണ്ടും കൽപ്പിച്ച കർണാടക പോലീസിന്റെ ഇടിയും നാട്ടിലേക്ക് വരും എന്നുള്ള അടുത്ത വ്ളോഗ് എവിടെ പോണെന്ന് എവിടെ ആയിരിക്കും നിങ്ങൾ ഗസ് ചെയ്യും. ഒരു ചരിത്ര പ്രധാനമായ അല്ലെങ്കിൽ ഒരു നല്ല സ്ഥലമാണ്. കർണാടക സ്റ്റേഷനായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ വെറുതെ ഒന്ന് ഗസ് ചെയ്യും. അതെ, ഇതിൽ കമന്റ് ചെയ്യുക. നമ്മൾ അടുത്ത പോണ ലൊക്കേഷൻ ഏതാണെന്ന് കമന്റ് ചെയ്യുക. ലൊക്കേഷൻ നമ്മൾ കാണിക്കാൻ പോണ ആക്ടിവിറ്റിയും കൂടെ കമന്റ് ചെയ്യും. അതാ, അത് രണ്ടും കമന്റ് ചെയ്ത് അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ഡിന്നർ നമ്മുടെ കൂടെ ഡിന്നർ, അതും യവമാരെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ ഡിന്നർ കഴിക്കാനുള്ള അവസരമാണ്. ഭാഗ്യ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് കമന്റ് ചെയ്യിക്കുക. അപ്പോൾ നാളെ കാണുമ്പോഴേക്കും